കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അവർ അതിൻ്റെ സംസ്ഥാന ഘടകം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഘടകം ഒരു ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ അതിൽ പാർട്ടി മുൻ സെക്രട്ടറിമാരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ഒരു പരിപാടി കൂടി വെച്ചു. എന്നാൽ അതിലേക്ക് മനഃപൂർവ്വം ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ബിനോയ് വിശ്വത്തിന് തൊട്ടു മുന്നേ സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ, അദ്ദേഹം ആ സ്ഥാനത്തിരിക്കെ രോഗബാധിതനായി മരിക്കുകയായിരുന്നു. ആ കാനം രാജേന്ദ്രൻ്റെ കുടുംബാംഗങ്ങളെ ഒഴിവാക്കി. എന്താണ് സാർ സംഭവിച്ചത്? മനഃപൂർവ്വം കാനത്തിൻ്റെ കുടുംബത്തെ അവഹേളിക്കുകയാണോ പാർട്ടി ചെയ്യുന്നത്? ഈ CPI എന്ന പാർട്ടി ആരുടെ കൂടെ കിടക്കുന്നത്? CPMൻ്റെ കൂടെ. അപ്പോൾ ആ കൂടെ കിടക്കുന്നവൻ്റെ സ്വഭാവം കുറച്ച് ഇങ്ങോട്ടും പടരും. മുല്ലപ്പൂമ്പൊടി ഏറ്റു കിടക്കും കല്ലിനുമുണ്ട സൗരഭ്യം. അത് CPIക്ക് ഉണ്ട്. CPM എന്താ? പിണറായിയുടെ കാൽച്ചുവട്ടിലാണ് കിടക്കുന്നത്. പിണറായി പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ. പിണറായി ഏതെങ്കിലും പഴയ കാര്യങ്ങളിലെ പലരെയും തനിക്ക് മുകളിൽ നിൽക്കുന്നവരെ പാർട്ടി സമ്മേളനങ്ങളിൽ സ്മരിക്കാറുണ്ടോ? ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ VSൻ്റെ ഒരു പടമോ VSനെ പരാമർശിക്കുകയോ ചെയ്തോ? ഒന്നും ചെയ്തില്ല. എനിക്ക് തോന്നുന്നു EMSനെ പോലും വലിയ കാര്യമായിട്ട് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി അദ്ദേഹത്തെ ഓർക്കുകയോ സ്മരിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. VS ഒരു ജീവിച്ചിരിക്കുകയാണ്. അതെ അല്ലേ? VS ഉണ്ടാക്കിയ ഒരു കോളിളക്കം, അത് ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമാണ് VS. ഈ 2016 ഇവരെല്ലാം വോട്ട് തെണ്ടി ഇറങ്ങിയപ്പോഴേ VSൻ്റെ പടം വെച്ചുള്ള ഫ്ലെക്സാണ് നാട്ടിലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതെ, VSനെ മുന്നിൽ നിർത്തിയായിരുന്നു. എന്നിട്ട് പിന്നെ ഭരണപരിഷ്കാര കമ്മീഷനാക്കി നിർത്തി. പോകട്ടെ, അതൊക്കെ അദ്ദേഹത്തിന് അനാരോഗ്യത്തിലേക്ക് പോയി എന്നുള്ളതുമാണ്. അതിനു മുമ്പ് 2011-ലും 2006-ലും ഒക്കെ VSൻ്റെ പടമാണ്. VSനെ ജനം എത്ര ആരവത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. കണ്ണേ കരളേ VS എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അപ്പോൾ ഈ അങ്ങനെ അങ്ങ് തമസ്കരിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ പിണറായിക്കുള്ളത്. ഇപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ EMS എന്ന് പറയുന്ന മനുഷ്യന് എവിടെ നിൽക്കുന്ന ആളാണ്. EMS രാഷ്ട്രീയത്തിലെ ബുദ്ധിരാക്ഷസനായിരുന്നു. EMS ഇല്ലാത്ത ഒരു കേരളം ചിന്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള EMSനെ പിന്നെ ഒട്ടുമേ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റാത്തത് കൊണ്ടാണ് പിണറായി ഇങ്ങനെ പേരിനെങ്കിലും EMS എന്നുള്ള പേര്. കഴിഞ്ഞ ദിവസം നമ്മുടെ G ശക്തിധരൻ, ജനശക്തി വാരികയുടെ, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വരും കാലങ്ങളിൽ CPM ആവിർഭവിച്ചതും അത് വളർന്നതും തളിർത്തതുമെല്ലാം 1998 ശേഷമാണ് എന്ന ഒരു പഠനമായിരിക്കും ഭാവി തലമുറ, അതായത് ഈ CPMൻ്റെ ഭാവി തലമുറ പഠിക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 98-ലാണല്ലോ പിണറായി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുന്നത്. കാൽ നൂറ്റാണ്ട് ആകുകയാണ് പിണറായി പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായി മാറിയിട്ട്. അതായത് കാൽ നൂറ്റാണ്ട് CPMനെ ദിശ തെറ്റിച്ച് കൊണ്ടുപോയ ആള് എന്നുള്ള രീതിയിലായിരിക്കും ചരിത്രം. EMSൻ്റെ ഒന്നും പേര് പറയാനൊന്നും ഇപ്പോഴത്തെ CPMകാർക്കൊന്നും വലിയ യോഗ്യതയില്ല എന്നുള്ളതാണ്. പക്ഷെ CPI അതല്ല കേട്ടോ. CPIക്കൊക്കെ അവർ നല്ല മൂല്യങ്ങൾ കാത്തു, അഴിമതി ഇല്ലാത്തവർ, ലാളിത്യം. ഇപ്പോഴും നമ്മൾ വൈകുന്നേരം ആ സെക്രട്ടേറിയറ്റിൻ്റെ എതിർവശത്തോടെ നോക്കിയാൽ നമ്മുടെ പന്നിയൻ രവീന്ദ്രൻ അതുവഴി നടന്നു പോകുന്നതാണ്. പുസ്തകശാലയിലൊക്കെ കയറി ബുക്കൊക്കെ കാണും. അപ്പോൾ എല്ലാവരും അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കും ചായക്കടയിൽ. എന്നോടൊപ്പം അദ്ദേഹം ചായ കുടിച്ചിട്ടുണ്ട്. പന്നിയൻ രവീന്ദ്രൻ മാറ്റി നിർത്തും. അതിനു മുമ്പുള്ള CPIക്കാരെയൊക്കെ C അച്യുതമേനോനെ നോക്കേ. C ചന്ദ്രശേഖരൻ. ഈ ചന്ദ്രശേഖരനല്ലേ പിന്നെ നമ്മളിപ്പോൾ കാണുന്ന മാവേലി സ്റ്റോറുകളുടെ ഒക്കെ എന്തൊരു മനുഷ്യനായിരുന്നത്. ഈ അച്യുതമേനോ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം, പുറത്ത് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് തമ്പാനൂർ വന്ന് KSRTC ബസ്സിൽ കയറിയാണ് തൃശ്ശൂർ പോയി ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വൈകുന്നേരങ്ങളിലൊക്കെ തേക്കിൻകാട് മൈതാനത്ത് ചെന്നിരിക്കും. തേക്കിൻകാട് മൈതാനമാണല്ലോ തൃശ്ശൂരിൻ്റെ ഒരു അടയാളം. അവിടെ വൈകുന്നേരം എല്ലാവരും അവിടെ വന്നിരിക്കും.
അച്യുതമേനോനും അവിടെ വൈകുന്നേരം അവിടെ ഈ ആൾക്കൂട്ടത്തിലുണ്ട്. ഉണ്ട്. ആ, അച്യുതമേനോൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിനകത്ത് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം തേക്കിൻകാട് മൈതാനിയിൽ ഇന്നാരും കൂടെ ഉണ്ടായിരുന്നു, ഇന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു, തിരിച്ചു വരുന്ന വഴിക്ക് റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണയും വാങ്ങിച്ചു എന്നൊക്കെ. വീട്ടിലേക്ക് ഞാനില്ലാത്തതൊന്നുമല്ല പറയുന്നത്, ഓർമ്മക്കുറിപ്പുകൾ DC ബുക്സ് ഇറക്കിയതാണ്. ചെറിയ ഒരു പുസ്തകമാണ്, ഞാനത് വായിച്ചിട്ടുള്ളതാണ്. അതൊക്കെയാണ് C. അച്യുതമേനോൻ, P.K. വാസുദേവൻ. ഇവിടെ എന്താ സാർ ഈ കാനത്തിന്റെ കാര്യത്തിൽ എന്താ? അപ്പം അങ്ങനെ അത്രയും ലാളിത്യമൊക്കെ ഉള്ള ഒരു പാർട്ടിയാണ്. ഇപ്പം ഈ CPM-ൻ്റെ കൂടെ കിടന്നാണ് ഇത്തരത്തിലുള്ള ഈ സ്വഭാവമൊക്കെ പഠിച്ചത്. കാനത്തിനെ എന്തിനു മറക്കുന്നു? ഇപ്പം കാനം നമ്മൾ പറയാറുണ്ട് പിണറായിക്ക് വഴങ്ങിക്കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ബിനോയ് വിശ്വം പിന്നെന്തോ ചെയ്യുന്നത്? ബിനോയ് വിശ്വം അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഒരാളെ എന്നിട്ട് ഇപ്പോൾ പാർട്ടി കാനത്തെക്കുറിച്ച് മറ്റൊരു പരാമർശം കൂടിയുണ്ട്. ഈ ഡാങ്കയെ പോലെ പാർട്ടിയെ നയിക്കുന്ന ഒരാളുടെ എന്നൊക്കെയാണ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ പത്രസമ്മേളനത്തിൽ ചിലരൊക്കെ ചോദിച്ചു, പത്രപ്രവർത്തകർ, അല്ല സഖാവേ ഇടയ്ക്കിടയ്ക്ക് ഡാങ്കെ കടന്നു വരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ല ഞാനും അങ്ങനെയൊക്കെ കേട്ടു, ഇടയ്ക്കിടയ്ക്ക് ഡാങ്കെ കടന്നു വരുന്നു. അല്ല, ഈ ഒരു വലിയ ശരീരപ്രകൃതത്തോടുള്ള ആളല്ലേ, ഗംഭീരമായ ശബ്ദം. അപ്പോൾ ആ ഒരു എടുപ്പുകൊണ്ടൊക്കെ ആയിരിക്കാം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഈ CPI-യുടെ അതുപോലെ തന്നെ സാറേ വളരെ മോശപ്പെട്ട ഒരു പ്രവണത അതിനകത്ത് ഉണ്ടായത്, ഈ മുൻ സെക്രട്ടറിമാരുടെ കുടുംബാംഗങ്ങളെയൊക്കെ വിളിച്ച് ആദരിക്കുന്നതിനിടെ സംഘാടകർ പറഞ്ഞു, പിന്നെ കാനത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വരാൻ അസൗകര്യമുണ്ട് എന്ന് അറിയിച്ചു എന്നാണ്. അപ്പോൾ അതുവരെ അവർ മിണ്ടാതിരുന്നു. അപ്പോൾ മകൻ പ്രതികരിച്ചു. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, ഞങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് വരുന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ CPM-ൻ്റെ കൂടെ നിന്നതിൻ്റെ സ്വഭാവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത്. കല്ല് വെച്ച ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് പിണറായി വിമാനം കയറി പോയില്ലേ, അത് ഇതുപോലൊരു നന്ദികേടിൻ്റെ അങ്ങേയറ്റമല്ലേ ചെയ്തത് അല്ലേ? ഇപ്പം ഈ CPM-ൻ്റെ പല നേതാക്കന്മാരും CPI-യുടെ നെഞ്ചത്തോട്ട് കയറിയിട്ടുണ്ട്. MM മണി എന്താ ചെയ്തത്? MM മണി CPI-യുടെ പറഞ്ഞല്ലോ, അങ്ങ് മറ്റേ എന്താണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നങ്ങ് എവിടെങ്കിലും നിന്നൊന്ന് മത്സരിച്ച് ജയിച്ച് കാണിക്കാമോ? കെട്ടിവെച്ച പൈസ കിടതല്ലോ, നിങ്ങളങ്ങ് MM മണിയുടെ ഭാഷ തന്നെ പറയുകയാണ്, നിങ്ങളങ്ങ് ഒലത്തും എന്നല്ലേ MM മണി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആനി രാജ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഡൽഹിയിൽ എന്താ ഉണ്ടാക്കുകയാണ് എന്നൊക്കെയല്ലേ ചോദിച്ചു. ആ ഭാഷയിലാണ് CPI ഇത്രയും മോശമായിട്ട് അവർ താറടിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഇപ്പോഴുള്ള CPI-യുടെ മന്ത്രിമാരൊക്കെ ആയാൽ തന്നെയും പിണറായിക്ക് വിധേയരായിട്ട് നിൽക്കുക. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് ക്ഷമയൊക്കെ പറയുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം കാനത്തെ മറന്നത് തെറ്റായി പോയി, അങ്ങനെ വീഴ്ച സംഭവിച്ചതാണ് പോയത്. ഇപ്പോൾ അങ്ങോട്ട് ഈ അടുത്ത സമയത്താണല്ലോ കാനം മരിച്ചത്. അതെ, ഒരുപാട് നാളെ. ബിനോയ്ക്ക് തൊട്ടു മുമ്പായിരുന്നല്ലോ കാനമല്ലേ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്നത്. മറക്കാൻ സമയമായിട്ടില്ലല്ലോ. അതെ, മറക്കാൻ ഇനിയും നാളുകളുണ്ടല്ലോ, ബാക്കി കിടക്കുകയാണ്. ഇത്ര ഇടയ്ക്ക് മറന്നു കഴിഞ്ഞാൽ പഴയ സെക്രട്ടറിമാരെ അപ്പോൾ അവിടുന്ന് തന്നെ നീക്കം ചെയ്ത് കാണുമല്ലോ. അപ്പോൾ ഇതൊരു തരം പാർട്ടിയെ വളർത്തിക്കൊണ്ടുവന്നവരൊക്കെ അല്ലേ ഇവര്. അപ്പോൾ ബിനോയിയെ പോലുള്ള ഒരാൾ അത് അത്രയും പെട്ടെന്ന് മറക്കാൻ പാടില്ലാത്തതായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ CPM-നെ പോലെ അങ്ങ് വിശാലമായി കിടക്കുന്നില്ല. ഓർത്തിരിക്കാവുന്ന പേരുകളും ആളുകളും മാത്രമേ അതിനകത്തുള്ളൂ എന്നുള്ളതാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.